പ്രൈവറ്റൈസേഷൻ ഓഫ് IAS അതല്ലെങ്കിൽ ഉന്നത തസ്തികകൾ മോഡിജി സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാർ തലത്തിലുള്ള ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സെക്രട്ടറി, ഡയറക്ടർ തുടങ്ങിയ തസ്തികകളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയത്. മുൻകാലങ്ങളിൽ സീനിയോറിറ്റിയും കഴിവുമുള്ള ഉദ്യോഗസ്ഥരെയാണ് അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് അതിൻ്റെ റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ച് നൽകുന്നതെങ്കിൽ ഇപ്പോൾ അതിനു പകരം ഇത് സ്വകാര്യവൽക്കരിച്ച് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSS തീരുമാനിക്കുന്നവരെ എല്ലാ വകുപ്പുകളുടെയും തലപ്പത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അതിനെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്നുമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിനുദാഹരണമായി അദ്ദേഹം സെബിയെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആരോപണവിധേയായ ഇൻവെസ്റ്ററായ സെബിയുടെ ചെയർപേഴ്സണാണ് ആരോപണമുണ്ടായ സ്ഥാപനത്തിൻ്റെ അന്വേഷണം നടത്തുന്നത്. ആ സ്ഥാപനത്തിൽ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നാണ് ഹിൻഡൻബർഗ് പറഞ്ഞത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ സാധാരണ സർക്കാർ സർവീസിലുള്ളവർക്കറിയാം, ജൂനിയർ തസ്തികയിൽ നിന്നും പ്രൊമോഷനായി മുകളിലേക്ക് പോകുന്നവരെയാണ് A ക്ലാസ് ഓഫീസർമാരായി എത്തുന്ന ഒരു വിഭാഗമുണ്ട്. രണ്ടാമതായി IAS അല്ലെങ്കിൽ അതുപോലെയുള്ള ഉന്നത തസ്തികകളിലെത്തിയ ആളുകളെ വ്യത്യസ്ത വകുപ്പുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി നിയമിച്ചാണ് ഫില്ല് ചെയ്യാറുള്ളത്. ഇപ്പോഴങ്ങനെ അല്ലാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി പുറത്തുനിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ചില ക്വാളിഫിക്കേഷൻസ് പറഞ്ഞ് ആളുകളെ വിളിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സൈനിക് സ്കൂളുകളൊക്കെ കൊടുത്തതുപോലെ ഈ പറയുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായ ശൈലി സ്വീകരിച്ചുകൊണ്ട് ഇവരെയൊക്കെ നേരിട്ട് റിക്രൂട്ട് ചെയ്യാൻ, അതായത് ഈ സെബിയുടെ ചെയർപേഴ്സണെ റിക്രൂട്ട് ചെയ്ത മാതൃകയിൽ IASനെ കൂടി സ്വകാര്യവൽക്കരിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: നരേന്ദ്രമോദി ഈസ് അറ്റാക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ റിക്രൂട്ടിംഗ് പബ്ലിക് സർവൻസ് ത്രൂ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഇൻസ്റ്റെഡ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. Reservation of SC, ST and OBC class are openly being snatched through lateral entry for important positions in various ministries of central government. I have always said that not all the top positions represented in the country, including top bureaucracy, instead of improving them, being removed from the top position by lateral entry. This is an injury on the concept of social justice, including the reservation of the coits and deprived on the rights of talented youth preparing UPSC. SEBI is a burning example of what deeds of Chand corporates representatives will do by sitting on decisive government post, where a person coming from private sector was made chairperson for the first time. India will strongly oppose this anti-national move that hurts both administrative structure and social justice. Privatization of IAS is Modi guarantee to end reservation. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംവരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മോഡിയുടെ ഗ്യാരണ്ടിയാണ് പ്രൈവറ്റൈസേഷൻ ഓഫ് IAS എന്നാണ് പറയുന്നത്. സെബിയിൽ പോലും ഉന്നതരായ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു നിന്നൊരാളിനെ പ്രൈവറ്റൈസ് ചെയ്ത് പോസ്റ്റ് ചെയ്താണ് ഇതിലേക്ക് കൊണ്ടുവന്നതെന്നും അതേ മാതൃകയിൽ UPSCക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ലഭിക്കേണ്ട തസ്തികകളിലൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തി IASകാരല്ലാത്ത രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ ഒരുങ്ങുകയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം.